എൻ്റെ കാട്ടുകുട്ടിയിൽ കണ്ട വിചാരിക്കും എവിടേക്കാണ് പോകുന്നത്, എവിടേക്കോ അല്ല, ചെറിയ ട്രിപ്പ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്തായാലും പാട്ട് മെലഡിയായിട്ട് പോയാലോ. അങ്ങനെ പാത്തുമാരെ പാട്ടും കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടൊക്കെ എത്തിട്ടോ. റിസോർട്ടാണ് ബീച്ചിന് തൊട്ടപ്പുറത്തെ റിസോർട്ട്. ബ്രണ്ടനെ കുറുക്കുറൂന്ന് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഷാറൂഖ് ഖാനൊന്ന് ആവാൻ നോക്കി, പക്ഷെ ആയില്ല. ഉറക്കം തൂക്കിയ പോലെ ആയോ ഫീല്. എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കെത്തി. മാഷാ അല്ലാ, സെറ്റ് സ്ഥലം, വൈബായി. അപ്പോൾ ഞാൻ നേരെ ഉള്ളിലേക്ക് പോയി. ബാത്റൂം എവിടെയാണ്, എനിക്ക് എവിടെ പോയാലും ബാത്റൂം കൊണ്ടൊരു സ്വഭാവമുണ്ട്. ബാത്റൂം കൂടി കേട്ടോ. അങ്ങനെ റൂമിലേക്ക് എത്തിയപ്പോൾ നേരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ബീച്ച്. മാഷാ അല്ലാ. പിന്നെ റൂംസും കാര്യങ്ങളൊക്കെ വൈബ് പറയാനിരിക്കാനുള്ള കേട്ടോ. ലോച്ചിൻ്റെ എന്തൊക്കെ കണ്ടോ, ഞാൻ മറിച്ചിട്ടു. അങ്ങനെ ഇപ്പോൾ ഉറക്കം നോക്കിയിട്ട് മുകളിൽ റൂം ഉണ്ടാക്കാൻ പോയതാണ്. പക്ഷേ ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ആംബുലൻസ് കാര്യങ്ങൾ കേട്ടോ. ഫാമിലിക്കാർക്ക് ചെക്കന്മാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് ഇരുന്ന് അടിച്ച് പൊളിക്കാം. ഞാനൊന്നും നോക്കി ഞങ്ങൾ നേരെ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് തകർത്തേലോ കഴിച്ചു, ഫുഡും കഴിച്ചു. പിന്നെ ബീച്ചിൽ പരിപാടി ക്യാരം ബോർഡ് കളിച്ചു. ഞാൻ ഇടാൻ നോക്കി, പക്ഷെ ഇട്ടില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമോട് കൂടിയിട്ട് ഞങ്ങൾ ഫോട്ടോ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങാട്ടോ. പിന്നെ എന്ത് കോല ചെയ്യണേ. അപ്പോൾ കോഴിക്കോട് വരുന്നവർക്ക്, കാപ്പാട് ബീച്ചിൻ്റെ അടുക്ക് വരുന്നവർക്ക് റൂംസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബീച്ച് കസൽ എന്തായാലും നേരെ വന്നല്ലോ. അടിയെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കട്ടോ, മറക്കണ്ട. ബീച്ച് കസൽ.